الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും വാത്സല്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, പരമകാരുണികനായ മാലിക്കുൽ മുലൂക്കായ അർഹമുർ റാഹിമീനായ നാഥൻ തൻ്റെ അടിമകളോട് ഏറെ സ്നേഹവും വാത്സല്യവും കരുണയുമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായ കാര്യം എന്നുള്ളത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ചില ഉറപ്പുകളുണ്ട്, ചില വാഗ്ദാനങ്ങളുണ്ട്. ഏതെങ്കിലും നാട്ടിലെ ഭരണാധികാരികൾ നൽകുന്നത് പോലെയല്ല, നമ്മുടെ കൂട്ടുകാർ നൽകുന്നത് പോലെയല്ല, നമ്മുടെ സുഹൃത്തുക്കൾ നൽകുന്ന പോലെയല്ല, മറിച്ച് മാറ്റമില്ലാത്ത, വാക്കുകൾക്ക് വ്യത്യസ്തമില്ലാത്ത, വാക്കുകൾക്ക് ചാഞ്ചല്യമില്ലാത്ത, ഒരിക്കലും ലംഘിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില വാഗ്ദാനങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ,
ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നന്ദി കാണിച്ചാൽ, ആ റബ്ബിനോട് നമ്മൾ ശുക്ർ കാണിച്ചാൽ, പടച്ച റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ പടച്ച റബ്ബ് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِن شَكَرْتُمْ لَأَزِيدَنَّكُمْ. പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വാക്കാണ്. ദുനിയാവിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ദുനിയാവിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ നമുക്ക് അയാളോടുള്ള കടപ്പാട് എത്രയാണ്, നമുക്ക് അയാളോടുള്ള സ്നേഹം എത്രയാണ്. എന്നാൽ ഈ ഭൂമിയെ നമുക്ക് വാസയോഗ്യമാക്കി തരികയും ഇവിടെ നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്നു. ആ റബ്ബിനെ നന്ദി കാണിച്ചാൽ ആ റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരും. ഇന്ന് റബ്ബ് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ എന്നോട് നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ വളരെ കഠിനമാകുന്നു. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ ആ റബ്ബ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് പറഞ്ഞത് നന്ദികേട് കാണിക്കരുത്. ആ റബ്ബിനോട് ഒരിക്കലും നന്ദികേടിന്റെ ഒരു പ്രകൃതം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടുള്ളതല്ല. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമല്ലോ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ലഇൻ ശകർതും നിഅമതി അലൈക്കും, എന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ലഅസീദന്നകും മിൻഹാ, ഞാൻ അത് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ, മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. ആ നന്ദിയുടെ രൂപം വ്യത്യസ്തമാണ്. പക്ഷേ മനുഷ്യരായ നമ്മളൊക്കെ പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ടാണ് ദുനിയാവിലൂടെ ജീവിക്കുന്നത്, അല്ലേ? എത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകിയാലും, എത്ര സമ്പത്ത് നമുക്ക് നൽകിയാലും, എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയാലും വിഷമത്തിന്റെ, സങ്കടത്തിന്റെ, പ്രയാസത്തിന്റെ വാക്കുകളാണ് പലപ്പോഴും നമുക്ക് പറയാറുള്ളത്. അത് നമ്മൾ മാറ്റണം. ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധ്യമാകണം. പ്രയാസങ്ങളില്ലാത്ത ആളുകളുണ്ടോ ഇവിടെ? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ പ്രയാസങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത? ഇവിടെയാണ് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നന്ദിയുടെ രൂപം എങ്ങനെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്, അഥവാ റബ്ബിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കാൾ, തരുണിമണികളായ നമ്മുടെ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ജീവിത വരുമാനത്തിനോടുള്ള സ്നേഹത്തെക്കാൾ ഏറ്റവും വലുതായി നമുക്ക് വേണ്ട സ്നേഹം ആരോടാണ്? പടച്ച റബ്ബിനോടാണ്. ആ രൂപത്തിൽ റബ്ബിനോട് നന്ദി കാണിക്കണം. അതുപോലെ രണ്ടാമതായി നമ്മൾ നന്ദി കാണിക്കേണ്ടുന്ന രൂപം നമ്മുടെ നാവ് കൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ അള്ളാഹനെ സ്തുതിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ നന്ദി കാണിക്കേണ്ടുന്ന രൂപം നമ്മുടെ ശരീരം കൊണ്ടാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നമ്മൾ അടുക്കണം. നമസ്കാരം പോലെയുള്ള, സ്വതക്ക പോലെയുള്ള എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. അപ്പൊ അല്ലാഹുവിന്റെ ഒന്നാമത്തെ വാഗ്ദാനമാണിത്. നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. വിശ്വാസികളെ, ജീവിതത്തിൽ ഉടനീളം നമ്മുടെ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണേ, അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കുമെന്നുള്ളതാണ്. വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണേ, വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുതേ. പ്രിയപ്പെട്ടവരെ, റബ്ബിനെ ഓർക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. അല്ലാഹ് പറഞ്ഞില്ലേ, വഅഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം നിങ്ങൾ മുറ പോലെ നിർവഹിക്കുക. ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു അടിമ അല്ലാഹനെ ഓർക്കും. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ഒരു അടിമ തന്റെ റബ്ബിലേക്ക് അടുക്കുകയാണ്, അല്ലേ? അവന്റെ മനസ്സ് അല്ലാഹുവിങ്കലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഞാൻ എന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നമസ്കരിക്കുമ്പോ അല്ലാഹനെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും ഓർക്കുമെന്നുള്ളതാണ്. മാത്രല്ല കേട്ടോ, രാവിലത്തെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകള്, സുബഹി നമസ്കാരം കഴിഞ്ഞ്, അസ്ർ നമസ്കാരം കഴിഞ്ഞ് എത്ര പ്രാർത്ഥനകൾ, ദിക്റുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ രൂപത്തിൽ നമുക്ക് റബ്ബിനോട് ആത്മാർത്ഥമായി റബ്ബിനെ ഓർക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ എപ്പോഴും ഓർക്കുമായിരുന്നു. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകാന്തമായി ഇറാ ഗുഹയിലൂടെ ഇരിക്കുകയാണ്. റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ വഹീന്റെ ഇളം തന്നലുമായി കടന്നു വരികയാണ്. ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലാണ്, പ്രാർത്ഥനയിലാണ്, ദിക്റിലാണ്, സ്വലാത്തുകളിലൂടെ കടന്നു പോവുകയാണ്, റബ്ബിനെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികളെയാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ രാത്രി നമസ്കാരം നിർവഹിച്ച നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിലൂടെ നമ്മൾ അത് നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്, അല്ലെ? പരിശുദ്ധ റമദാനിലൂടെ നമ്മൾ നിർവഹിച്ച ആ ഖിയാമുൽ ലൈലയും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്കിപ്പോഴും തുടർന്നു പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. അതുകൊണ്ട് റബ്ബിനെ ഓർത്താൽ അള്ളാഹു നമ്മളെ ഓർക്കും. എന്താ അള്ളാഹിനെ ഓർത്താലുള്ള ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? അവൻ ഒരിക്കലും ഒരു തെറ്റിലേക്ക് അവൻ കടന്നു പോവുകയില്ല, ഒരു തിന്മയിലേക്ക് അവൻ കടന്നു പോവുകയില്ല. അവന്റെ ഹൃദയം ഒരു തിന്മയിലേക്കും അവന്റെ ഹൃദയം സഞ്ചരിക്കുകയില്ല. കാരണം അവൻ റബ്ബുമായി അടുത്തവനാണ്. എന്നാൽ ആ റബ്ബിനോട് നന്ദി കാണിച്ചാൽ എന്താ പ്രശ്നം പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ കോപത്തിനിരയാവുകയും നന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിനെ ഓർത്താൽ ആ റബ്ബ് നമ്മളെയും ഓർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമുക്കുണ്ടാകേണ്ടുന്ന മറ്റൊരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വിശ്വാസിയുടെ ഒരു ആയുധമാണ്. പ്രാർത്ഥന വിശ്വാസിയുടെ ഒരു രക്ഷാ കവചമാണ്. ദുരന്തങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, എല്ലാറ്റിൽ നിന്നുള്ള ഒരു കരകയറുവാനുള്ള ഒരു തുറസ്സാണ് പ്രാർത്ഥന എന്നുള്ളത്. പക്ഷേ ആ പ്രാർത്ഥന ഇന്ന് ചുരുങ്ങിപ്പോയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആലോചിക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലാ പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആളുകൾ ഭയങ്കര പ്രാർത്ഥനയിലാണ്. പ്രയാസമൊക്കെ നീങ്ങിക്കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിലൂടെ സുഖവും സൗഖ്യവും ഒക്കെ കൊടുത്ത് അവന്റെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും ഒക്കെ നേരെയായി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തി. പിന്നെ അവൻക്ക് പ്രാർത്ഥനയുമില്ല, റബ്ബിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയുമില്ല. ഈ ഒരു പ്രകൃതം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത് ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അയാൾക്ക് ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹുവോട് പ്രാർത്ഥിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം നൽകിയേക്കാം.
രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന അവൻ നടത്തി. പക്ഷെ അവൻക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെ തൊട്ട് അവനെ കാത്തുരക്ഷിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ എന്തെന്നറിയുമോ? അവൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അവൻ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് വമ്പിച്ച പ്രതിഫലം കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബ് നമ്മളോട് പറഞ്ഞ ഉറപ്പാണ്, വാഗ്ദാനമാണ്. വഖാല റബ്ബുകും ഉദ്ഊനി, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും നീ റബ്ബിനോട് പ്രാർത്ഥിച്ചോ, റബ്ബ് ഉത്തരം നൽകും. ഒരു ദർഗയിലേക്കും പോകണ്ട, ഒരു ചാരങ്ങളിലേക്കും പോകണ്ട, ഒരു മക്ബറകളിലേക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ പോകേണ്ടതില്ല. നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ കൽബറിയുന്ന റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പടച്ച റബ്ബ് നമുക്ക് ഉത്തരം നൽകും. എന്നിട്ട് റബ്ബ് പറയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ചില ആളുകളുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, വളരെ അഹങ്കാരത്തോടു കൂടി, അഹംഭാവത്തോടു കൂടി ദുനിയാവിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ വഴിയെ നിന്ദരായി ആ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ട് വിശ്വാസിക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ, ഒരിക്കലും നിരാശയുടെ ഒരു വകുപ്പ് അവിടെ വരുന്നില്ല. അതുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹ് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഇനി ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കാതിരുന്നാൽ, അള്ളാഹിനോട് ചോദിക്കാതിരുന്നാൽ, അത് അള്ളാഹ്ക്ക് അവനോട് ഏറ്റവും വലിയ കോപമുള്ള കാര്യമാണ് എന്നാണ്. നമ്മൾ റബ്ബിനോട് ചോദിക്കാതിരുന്നാൽ അള്ളാഹ് നമ്മളോട് കോപിക്കും. നമ്മൾ ചോദിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് ഉത്തരം നൽകുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ എല്ലാ വശങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രമായിരിക്കണം. പ്രാർത്ഥനയുടെ എല്ലാ വശങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രമായിരിക്കണം. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ദിവസങ്ങൾ കടന്നു പോകില്ല. അള്ളാന്റെ തീരുമാനമാണ്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. പക്ഷേ ആ പരീക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ ഒരിക്കലും ആ റബ്ബിനെ മറന്നുകൊണ്ട് ഒരു തെറ്റായ രൂപത്തിലൂടെ കടന്നു പോകാൻ പാടില്ല. ശിർക്കെങ്ങാനും ജീവിതത്തിലൂടെ കടന്നുപോയാൽ പ്രിയപ്പെട്ടവരെ, വലഖദ് ഊഹിയ ഇലൈക وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, പ്രിയപ്പെട്ടവരെ, നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും ബോധനം നൽകപ്പെട്ടിട്ടുള്ളത് ഈ കാര്യമാണ് നബിയേ. താങ്കൾ എങ്ങാനും നിന്നിൽ ശിർക്ക് ചെയ്താൽ, ആരോടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്? ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തു തീർക്കാത്ത പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ മുഴുവൻ അധ്യാപനങ്ങളെയും ഈ ലോകത്തിന് മുഴുവൻ പകർന്നു വെച്ച് കൊടുത്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുത്തുനബിയേ, താങ്കളാണ് എന്നിൽ പങ്കു ചേർത്തത് എങ്കിൽ ലയഹ്ബത്വന്ന അമലുക, താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. അറബി ഭാഷയിലെ വല്ലാത്ത ഒരു പ്രയോഗമാണത്. ലയഹ്ബത്വന്ന അമലുക, താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകും, താങ്കൾ നഷ്ടക്കാരിൽപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര ശ്രദ്ധിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ തവക്കുൽ മാറരുത്.
നമ്മുടെ വിശ്വാസത്തെ മാറ്റരുത്. ലോകത്ത് കാണുന്ന അന്ധവിശ്വാസങ്ങൾക്ക്, അതുപോലെ തന്നെ മറ്റുള്ള ആത്മീയ ചൂഷണങ്ങൾക്ക് നമ്മളും നമ്മുടെ കുടുംബവും പ്രിയപ്പെട്ടവരെ ഇരയായി മാറരുത്. അതുകൊണ്ട് റബ്ബിന്റെ വാഗ്ദാനങ്ങളെ നമ്മൾ കൃത്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകിയ മറ്റൊരു കാര്യമാണ്, ആരെങ്കിലും അല്ലാഹുവിനെ സഹായിച്ചാൽ അവൻ നമ്മളെയും സഹായിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആ റബ്ബിന്റെ ദീനിനെ സംരക്ഷിക്കുന്ന ആളുകളാവുക, ആ റബ്ബിന്റെ ദീനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളാവുക. അഥവാ റബ്ബിന്റെ ദീനിനെ പ്രചരിപ്പിക്കുക, പ്രബോധനം നടത്തുക, അതിനുവേണ്ടി ത്യാഗം സഹിക്കുക, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുക, അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. ഇതൊക്കെ അള്ളാഹുവിനെ സഹായിക്കുന്നതിന്റെ തുല്യമാണ്. അങ്ങനെ സഹായിക്കുന്നവന്റെ പാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. അത്തരത്തിലുള്ള ആളുകളുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ കൊണ്ടും അതുപോലെ തന്നെ സ്ഥൈര്യം കൊടുത്തുകൊണ്ടും സമാധാനം കൊടുത്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കും. അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നവനെ അല്ലാഹു സംരക്ഷിക്കും. സ്വാഭാവികമാണല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ റബ്ബിനെ ആത്മാർത്ഥമായി കൊണ്ട് അടുത്തറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ അടുത്തറിഞ്ഞെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാഗ്ദാനങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നിറവേറ്റാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാഗ്ദാനങ്ങളെ കൃത്യമായി ജീവിതത്തിലൂടെ കൊണ്ടുപോകുവാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഏത് നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? നമ്മളൊക്കെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണല്ലോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്വസിക്കുന്ന വായു ഒന്ന് നിലച്ചുപോയാൽ നമ്മുടെ പേര് മാറി, നമ്മുടെ വീട് മാറി, നമ്മുടെ സമ്പത്ത് നമ്മുടേതല്ലാതെയായി മാറി, നമ്മളായി വേറെ ഒരു ലോകത്തേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുക. പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് വിദ്യാർത്ഥി സമ്മേളനം നടക്കുന്നുണ്ട്. നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥിനികൾ വഴിതെറ്റിപ്പോകുന്ന ഓരോ കാരണങ്ങൾ, ഓരോ വാർത്തകൾ നമ്മെ ഏറെ അമ്പരപ്പെടുത്തുന്നതും ഭീതിപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമാണ്. ഇവിടുന്ന് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷെ നാളെ പരലോകത്ത് മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ റബ്ബിനോട് കൃത്യമായി നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് പങ്കെടുക്കുവാൻ ആരെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ ഇതിന്റെ ഭാരവാഹികൾ ഇവിടെ ഉണ്ട്, അവരെ നിങ്ങൾ കാണണം. അതിനപ്പുറം അത് ഇവിടെ സംഘടിപ്പിച്ച് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ്
ഇവിടുന്ന് 1.5 മണിക്ക് നമ്മൾ വാഹനം പുറപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒന്നും നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. നമ്മൾ അതിനു വേണ്ടി ഒരു കളക്ഷൻ നമ്മൾ ഇൻഷാ അല്ലാഹ് ജുമ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ആ ഒരു സംരംഭത്തിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കണം. ഏതെങ്കിലും ഒരു കുട്ടി അവിടെ പോയി അവിടെ ഏതെങ്കിലും ഒരു ക്ലാസ് കേട്ട് ഒരു ദിക്ർ, ഒരു പ്രാർത്ഥന, എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അത് പഠിച്ച് മനസ്സിലാക്കി ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ അതിനെ സഹായിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്കത്തുൻ ജാരിയായിട്ടുള്ള പ്രതിഫലമാണ് നൽകുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ എല്ലാവരും കാണിക്കുക. അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മുടെ പള്ളി പരിപാലനം, മാഷാ അല്ലാഹ്, നിങ്ങൾ ഓരോ ദിവസവും വരുമ്പോൾ നമ്മുടെ പള്ളിയുടെ പുരോഗമനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും ഓരോ വിഷയങ്ങൾ. അതിൻ്റെയൊക്കെ പിന്നിൽ സാമ്പത്തികമായി കൊണ്ടുള്ള നമ്മുടെയൊക്കെ കൂട്ടായി കൊണ്ടുള്ള സഹകരണവും സഹായവുമാണ് നമുക്കൊക്കെ വേണ്ടത്. അതുകൊണ്ട് ആ ഒരു വിഷയങ്ങളൊക്കെ കൃത്യമായി നമ്മൾ കണക്കിലെടുത്ത് നമ്മുടെ വീടിനെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ അള്ളാഹിന്റെ പള്ളിക്ക് നമ്മുടെ വകയായി എന്തെങ്കിലും കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സാമ്പത്തിക മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരുപാട്